ഈ ചെറിയ കുട്ടികളിൽ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് അഡിനോയിഡ് വീക്കം. എന്താണ് അഡിനോയിഡ് വീക്കം? ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ഈ അഡിനോയിഡ് എന്ന് പറയുന്ന ചെറിയ കുട്ടികൾ ഒരു 13-14 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലൊക്കെ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു 16 വയസ്സിലൊക്കെ താഴെ ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥി അല്ലെങ്കിൽ ഒരു ലിംഫ് ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. ഇത് മൂക്കിന്റെ അങ്ങേ അറ്റത്ത്, അത് മൂക്കും തൊണ്ടയും കൂടെ ചേരുന്ന ഒരു ജംഗ്ഷനിലാണ് ഈ ഒരു ഇത് കാണുന്നത്. ഒരു കൂട്ടം, ടിഷ്യൂന്റെ ഒരു കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് ശരിക്കും ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി, കുട്ടികൾക്ക് പ്രതിരോധ ശേഷി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ധർമ്മം. നമ്മുടെ ടോൺസിൽ പോലെ തന്നെ ഉള്ള ഒരു ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് അലർജി ഒക്കെ ഉള്ള കുട്ടികളിൽ അലർജി ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഗ്ലാൻഡിന് വീക്കം വരാനുള്ള സാധ്യതയുണ്ട്. ചില കുട്ടികളിൽ ഈ വീക്കം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഇത് കൂടിപ്പോയിട്ട് എപ്പോഴും ഇതിങ്ങനെ വീങ്ങി തന്നെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് ഈ അഡിനോയിഡ് വീക്ക് അല്ലെങ്കിൽ അഡിനോയിഡൈറ്റിസ്, അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയുന്നത്. അഡിനോയിഡൈറ്റിസ് തിരിച്ചറിയാൻ എന്താണ് മാർഗം? അഡിനോയിഡൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡ് വീക്കം നമുക്ക് ആ കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 14 അല്ലെങ്കിൽ 12 വയസ്സിൽ താഴെയായിരിക്കും കുട്ടികൾക്ക് പ്രായം ഉണ്ടാവുക. പിന്നെ ഇവരുടെ മുഖത്തിനൊരു പ്രത്യേക ഷേപ്പ് കാണും. കാരണം ഇവർക്ക് മൂക്കിനുള്ളിൽ ഈ ഒരു വളർച്ച ഉള്ളത് കാരണം, മൂക്കിലും തൊണ്ടയും കൂടെ ചേരുന്നിടത്ത്, അല്ലെങ്കിൽ മൂക്കിനുള്ളിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക്, നമ്മുടെ ലങ്സിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗത്താണ് ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥി വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവര് വായിൽ കൂടിയായിരിക്കും ശ്വാസം എടുക്കുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് കൂർക്കമലി കൂടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കുറുകുറുപ്പായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഇവരിങ്ങനെ കൊറേസ മൂക്കിൽ നിന്ന് ഡിസ്ചാർജ് വരിക, അല്ലെങ്കിൽ മൂക്കൊലിപ്പ് വരിക, അതുപോലെ തന്നെ മൂക്കടപ്പ് വരിക. ഇതൊക്കെ അവരുടെ പ്രധാന ബുദ്ധിമുട്ടുകളാണ്, ലക്ഷണങ്ങളാണ്. അതിന്റെ ഒപ്പം മണം അറിയാനുള്ള കഴിവ് ചിലപ്പോൾ നഷ്ടപ്പെടാം. പിന്നെ ഈ വായിൽ കൂടെ ശ്വാസം എടുക്കുന്നത് കൊണ്ട് ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിപ്പൊക്കെ നിർത്തും. അതായത് ഭക്ഷണത്തിനോടൊരു മടുപ്പ് ഇവർക്ക് അനുഭവപ്പെടാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ വായിൽ കൂടെ ശ്വാസം എടുക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മുടെ മുഖത്തെ പല പേശികളും ഈ കുഞ്ഞുങ്ങൾക്ക് വളരാതെ വരുന്നത് കൊണ്ട് മുഖത്തിനൊരു കൂർത്ത ഷേപ്പായിരിക്കും, ശരിയായിട്ടുള്ള ഒരു കോണ്ടർ ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പല്ലൊക്കെ പുറത്തേക്ക് ഉന്തിയ പോലെയായിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെ ഇവരുടെ ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ നിന്ന് തന്നെ നമുക്ക് ഇവർക്ക് ഈ ഒരു എന്താണ് അഡിനോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മൂക്കിക്കൂടെ നേസൽ എൻഡോസ്കോപ്പി, മൂക്കിക്കൂടെ ക്യാമറ ഇട്ട് പരിശോധിക്കുന്ന നേസൽ എൻഡോസ്കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക. ഈ അഡിനോയിഡ് നമുക്ക് സർജറി ചെയ്ത് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, അതോ ഹോമിയോപ്പതിയിൽ അഡിനോയിഡിന് ചികിത്സ ലഭ്യമാണോ? ശരിക്കും അഡിനോയിഡ് സർജറി വഴി റിമൂവ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആണ്. അതല്ലാതെ പലപ്പോഴും നമുക്ക് ഉള്ളിലേക്ക് മരുന്ന് കഴിച്ച് തന്നെ ഇതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാൻ കഴിയും. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പേഷ്യന്റിനെ അല്ലെങ്കിൽ കുഞ്ഞിനെ അടുത്തിരുത്തി അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, മെന്റലി ഫിസിക്കലി എല്ലാം ഉള്ള അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, അവന്റെ കളികള്, ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റ് ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് വേണം നമുക്ക് ആ കുഞ്ഞിന്റെ റെമഡി സെലക്ട് ചെയ്യാനായിട്ട്. ആ ഒരു രീതിയിൽ റെമഡി സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഏകദേശം 1-2 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു അഡിനോയിഡിന്റെ വീക്കം അല്ലെങ്കിൽ അഡിനോയിഡിനെ ചുരുക്കിക്കൊണ്ട് വരാവുന്നതാണ്. അത് മാത്രമല്ല, അതിന്റെ ഒപ്പം ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അമ്മമാർക്കൊക്കെ അറിയായിരിക്കും, കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, കുഞ്ഞ് രാത്രികൾ കിടക്കുന്ന സമയത്ത് അവർക്ക് നാച്ചുറൽ ഒബ്സ്ട്രക്ഷൻ, മൂക്ക് അടപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ കിടക്കുമ്പോൾ അവരുടെ തല ഒന്ന് ഉയർത്തി വെച്ച് 2-3 തലയണ അധികം വെച്ച് അവരെ തല ആ ഒരു പൊസിഷനിൽ പൊക്കി വെച്ച് കിടത്തുന്നത് അവരുടെ ഒരു ശ്വാസഗതി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരം കുഞ്ഞുങ്ങൾ, ഈ ഒരു അസുഖമുള്ള കുഞ്ഞുങ്ങൾ വാ തുറന്നായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഫാനിന്റെ അടിയിൽ നിന്ന്, ഫാനിന്റെ തൊട്ട് താഴെ കിടക്കാതെ കുറച്ചൊന്ന് അപ്പുറത്തേക്കോ മാറ്റി കിടക്കുന്നത് വളരെ നല്ല എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിപ്പിക്കുക. പിന്നെ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് അധികം പുളിയുള്ള പഴങ്ങൾ കൊടുക്കാതിരിക്കുക, പാല് ഒന്ന് ഒഴിവാക്കുക, ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ അധികം പുളി ഇല്ലാത്ത തൈര് എന്ന് പറഞ്ഞാൽ രാവിലെ ഉറച്ചു വെച്ചിട്ട് ഉച്ചയ്ക്ക് എടുക്കുന്ന രീതിയിലുള്ള മോര് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരമൊക്കെ ഉപയോഗിക്കുന്നത്, 1-2 സ്പൂണൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിലും
ബാക്കിയുള്ളവരുടെ ആ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഈ പുളിയില്ലാത്ത പഴങ്ങൾ, ആപ്പിള്, പപ്പായ, പേരയ്ക്ക പോലെയുള്ള പഴങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഇവരുടെ രാവിലെ അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും ഇവരെ കുളിപ്പിച്ച ഉടനെ തന്നെ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിപ്പിക്കാതിരിക്കുക. അഥവാ ഇനി കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിപ്പിച്ച ഉടനെ തന്നെ വെയിലത്ത് പോയി കളിക്കാൻ വിടാതിരിക്കുക. അതുപോലെ തന്നെ വെയിലത്തൊക്കെ കളിച്ച് വിയർത്തൊലിച്ച് വരുന്ന കുഞ്ഞിനെ ഉടനെ തന്നെ കൊണ്ടുപോയി കുളിപ്പിക്കാതിരിക്കുക. ഇത് രണ്ടും നീർക്കെട്ട് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ തലയിൽ നീരിറങ്ങാൻ അല്ലെങ്കിൽ വേർപ്പിറങ്ങാനുള്ള സാധ്യത കൂട്ടും. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു അഡിനോയിഡ് പ്രശ്നം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാം.